ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നവമി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഫസ്റ്റ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് പുതിയതായിട്ട് MBBSന് അഡ്മിഷൻ എടുക്കുന്ന സ്റ്റുഡൻസിന് വേണ്ടി ഒരു ഇൻട്രോ വീഡിയോ ആണ്. ഹൗ ടു അപ്രോച്ച് ഫസ്റ്റ് ഇയർ MBBS. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദി വീഡിയോ. സോ ഈ വീഡിയോയിൽ എനിക്ക് ഫസ്റ്റ് സംസാരിക്കാനുള്ള പോസ്റ്റ് നീറ്റ് ഇനേർഷ്യനെ പറ്റിയാണ്. നീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാൾ ഒന്നും പഠിക്കുന്നില്ല, ബുക്ക് കൈകൊണ്ട് തൊടുന്ന പോലും ഇല്ല. സോ ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഫസ്റ്റ് ഇയറോട് ചെല്ലുന്നത്. ഇറ്റ്സ് ഗോൺ അഫക്ട് എസ് എ ലോട്ട്. സോ വാട്ട് ഐം ട്രൈങ് ടു സേ ഈസ് സ്റ്റാർട്ട് സ്റ്റഡിങ് ഫ്രം ദി സ്റ്റാർട്ട്. നമ്മൾ നീറ്റിന് പഠിച്ച പോലെ ഡെയിലി ഒരു 15 hours അങ്ങനെ പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് മേക്ക് എഫോർട്ട്, ട്രൈ ടു റീഡ് ദി ടോപ്പിക്സ്. സോ ദിസ് വീഡിയോ ഇസ് ഡിവൈഡ് ടു 5 parts. Part 1 അക്കാഡമിക്സ്. നമ്മൾ സ്കൂളിൽ നിന്ന് പഠിച്ചു വന്നൊരു സിലബസ് അല്ല MBBSനുള്ളത്. ഇവിടെ 1 year നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അനാട്ടമി, ഫിസിയോളജി ആൻഡ് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞാൽ 3 വലിയ സബ്ജക്റ്റാണ്. ഇതിൽ ഫിസിയോളജി കുറേ ടോപ്പിക്കൊക്കെ നമ്മൾ 11th and 12th പഠിച്ച് വന്നതാണ്. സോ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി എളുപ്പം റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഫിസിയോളജി ആയിരിക്കും. നെക്സ്റ്റ് ഇസ് ബയോകെമിസ്ട്രി. ബയോകെമിസ്ട്രി നല്ല തിയറി ബേസ്ഡ് ആണ്. സോ നമ്മൾ നീറ്റിൻ്റെ ടൈമിൽ NCERT വായിച്ച പോലെ ബയോകെമിൻ്റെ നോട്ട് വായിക്കേണ്ടി വരും. കമ്മിങ് ടു ദ തേർഡ് ആൻഡ് ഫൈനൽ സബ്ജക്റ്റ് അനാട്ടമി. അനാട്ടമിയാണ് മെജോറിറ്റി പേർക്കും കുറച്ചൊരു ടഫായിട്ട് തോന്നുന്നത്. ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ 70% ടൈം നമ്മൾ അനാട്ടമി പഠിക്കാനായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. സോ അനാട്ടമിക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോ ഇനി വരുന്നുണ്ട്. പാർട്ട് 2 ഫേസസ് ഓഫ് ഫസ്റ്റ് ഇയർ. നമ്മൾ ഫസ്റ്റിൽ കയറുന്ന സമയത്ത് പോർഷൻസിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാകത്തില്ല. ആൻഡ് എത്ര പഠിച്ചാലും തീരാത്തത് പോലെയും തോന്നും. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി നോർമൽ ടു ഫീൽ ദാറ്റ് വേ. ഒരു സെക്കൻഡ് സെഷനിൽ വരെ മെജോറിറ്റി ആളുകളും ഫോക്കസ് ചെയ്യുന്നത് ഷോർട്ട് എക്സാംസിന് വേണ്ടി മാത്രമായിരിക്കും. ബിക്കോസ് നമുക്ക് ആ ടൈമിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ എക്സാമിന് വരുന്നതെന്നൊന്നും ഒരു ഐഡിയയും കാണത്തില്ല. സെക്കൻഡ് സെഷനിൽ കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും അബൌട്ട് ദി വാസ്റ്റ്നെസ് ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് എന്തൊക്കെയാണ് പഠിക്കണമെന്നുള്ളത്. അതുവരെ ഡോണ്ട് വറി അബൌട്ട് ദി യൂണിവേഴ്സിറ്റി എക്സാം, ഫോക്കസ് ഓൺ ദി സ്മോൾ ബാറ്റിൽസ്. ഈ ഒരു ടൈമിൽ ഇത്രയൊക്കെ പഠിക്കാനുണ്ട് എന്നോർത്ത് ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ടെൻസ്ഡ്. പാർട്ട് 3 ഡിസെക്ഷൻ ഹോൾ. നമ്മൾ ആദ്യമായിട്ട് ഡിസെക്ഷൻ ഹോൾ കയറുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ്, ഇറ്റ്സ് എ വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ആൻഡ് ഒരു വീഡിയോയ്ക്ക് നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റത്തില്ല. സച്ച് എ ഹംബ്ലിംഗ് എക്സ്പീരിയൻസ്. സോ മൈ അഡ്വൈസ് ഇസ് ഡോണ്ട് ബി സ്കെയർഡ്, ബി കാം ആൻഡ് സോക്ക് ഇൻ ദി ഫീലിംഗ്. ആൻഡ് നിങ്ങൾ ആക്റ്റീവായിട്ട് ഡിസെക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു 3D പെർസ്പെക്റ്റീവ് കിട്ടുന്നത് അബൌട്ട് ദി തിങ്സ് വി ലേൺ ഇൻ ദി ടെക്സ്റ്റ് ബുക്ക്. ആരും പേടിച്ച് മാറി നിൽക്കാൻ പാടില്ല, ബിക്കോസ് ദാറ്റ് ഇസ് ഗോൺ അഫക്ട് യുവർ അനാട്ടമി അണ്ടർസ്റ്റാൻഡിങ്. പാർട്ട് 4 ഇസ് ഹോസ്റ്റൽ ലൈഫ്. എനിക്ക് പേഴ്സണലി ഹോസ്റ്റൽ എൻവയോൺമെൻറ്റാണ് പഠിക്കാൻ കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള. ആൻഡ് ഞാൻ എക്സാം ടൈമൊക്കെ ഹോസ്റ്റലിൽ തന്നെയാണ് സ്പെൻഡ് ചെയ്യുന്നത്. ഹോസ്റ്റലിൽ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ: സെറ്റ് യുവർ ഗോൾസ്, കീപ് യുവർ ഹോബീസ് ആൻഡ് ഗെറ്റ് കണക്റ്റഡ് വിത്ത് പീപ്പിൾ. പാർട്ട് 5 മെൻ്റൽ ഹെൽത്ത്. ഒബ്വിയസ്ലി MBBS ഇസ് നോട്ട് ആൻ ഈസി കോഴ്സ്. നല്ല മാർക്ക് വേണമെങ്കിൽ നമ്മൾ നല്ല ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പാസ് മാർക്ക് മാത്രം മതി, ജസ്റ്റ് പുട്ട് ഇൻ യുവർ മിനിമം എഫോർട്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ പലരും അവരുടെ സ്കൂളിലേക്ക് ടോപ്പേഴ്സായിട്ട് വന്നവരായിരിക്കാം. ഇങ്ങനെ കണ്ടിന്യൂസ്ലി ടോപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടെ ഒരു സെഷനിലൊക്കെ ഒരു ആവറേജ് മാർക്ക് കിട്ടിക്കഴിയുമ്പോൾ പ്ലീസ് ഡോണ്ട് ബി ഡീമോട്ടിവേറ്റഡ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങളുടെ ഡോക്ടേഴ്സ് ആവാനാണ് വന്നിരിക്കുന്നത്, നോട്ട് ടു ബി കോളേജ് ടോപ്പേഴ്സ്. ബട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്, ബട്ട് ഡോണ്ട് ലെറ്റ് ദാറ്റ് അഫക്ട് യുവർ മെൻ്റൽ ഹെൽത്ത്. സോ ഫൈനലി, ഈസ് MBBS സ്റ്റിൽ വർത്ത് ഇറ്റ്? ആൻഡ് മൈ ആൻസർ ഈസ് യെസ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങളുടെ ടാലൻസ് ഒക്കെ കാണിക്കാൻ പറ്റുന്ന ഒരുപാട് ചാൻസസും കിട്ടും. ഇവിടെ ഒരു പുതിയ ലൈഫാണ് നിങ്ങളെ അവൈറ്റ് ചെയ്യുന്നത് വിത്ത് ലോട്ട് ഓഫ് എക്സൈറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസ്. സോ ഓൾവേസ് കീപ് യുവർ ആൻസ് ഓപ്പൺ. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സീ ഇൻ അനദർ വീഡിയോ. ബൈ.